ഒടുവിൽ തനിനിറം കാണിച്ചിരിക്കുന്നു മുഹമ്മദ് യൂനിസ്. ചൈനയുടെ എച്ചിൽ വാങ്ങിത്തിന്ന ഇന്ത്യയെ വെല്ലുവിളിച്ചിരിക്കുന്നു ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ പ്രധാനിയായ മുഹമ്മദ് യൂനിസ്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ചൈനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് യൂനിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ മേഖലയിൽ നിന്ന് സമുദ്ര തീരത്തേക്ക് ഒരു വഴികളുമില്ല. ആ മേഖലയിലെ സമുദ്ര തീരം ഒന്നാകെ നിയന്ത്രിക്കുന്നത് ബംഗ്ലാദേശാണ്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ആ മേഖലയിലേക്ക് വലിയ വ്യാപാര സാധ്യതകളുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ചൈന ആ മേഖലയിൽ നടത്തണമെന്നും ചൈനയുടെ വ്യാപാര ബന്ധത്തിന് ബംഗ്ലാദേശിന് പങ്കാളികളാകാൻ താല്പര്യമുണ്ടെന്നും മുഹമ്മദ് യൂനിസ് വ്യക്തമാക്കുകയാണ്. നമുക്കറിയാം, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായി വലിയ തോതിൽ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ഒരു കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും അടുപ്പമുള്ള രാജ്യമായിരുന്നു. ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് വേർതിരിച്ചെടുത്തു കൊടുത്ത ഒരു രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ്. ആ രാജ്യത്തിൻ്റെ പ്രധാനിയാണ് ഇപ്പോൾ ഇന്ത്യയെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതുവരെ അനുഭവിച്ചത് കൊണ്ടൊന്നും പഠിക്കുന്നില്ല ബംഗ്ലാദേശ് ഭരണകൂടം എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. 4 ദിവസത്തെ ചൈന സന്ദർശനത്തിന് പോയ മുഹമ്മദ് യൂനിസ് ചൈനീസ് പ്രസിഡന്റുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. വലിയ സാമ്പത്തിക ഇടപാടുകൾ ചൈനയുമായി നടത്താൻ ആഗ്രഹിക്കുകയാണ് മുഹമ്മദ് യൂനിസ്. അതുപോലെ വലിയ വ്യാപാര ബന്ധം, വലിയ തോതിലുള്ള പ്രോജക്റ്റുകൾ ബംഗ്ലാദേശിനുള്ളിൽ നടത്താമെന്ന് ചൈനയും സമ്മതിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ചൈനീസ് ഭരണകൂടത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ആ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ മുഹമ്മദ് യൂനിസ് വെല്ലുവിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ടാണ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ബംഗ്ലാദേശിൽ അധികാരം പിടിച്ചത്. ഒരു കോളേജ് ക്യാമ്പസിനുള്ളിൽ തുടങ്ങിയ, സർവകലാശാലയിൽ തുടങ്ങിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ പിന്നീട് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾ ഏറ്റെടുക്കുകയായിരുന്നു. കിട്ടിയ അവസരം മുതലെടുത്ത് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനും രാജ്യത്ത് കലാപമുണ്ടാക്കാനും ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചു. അങ്ങനെ ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചു. ഒടുവിൽ മരണത്തിന് തൊട്ടു മുൻപ് ഷെയ്ഖ് ഹസീനയെ രക്ഷിച്ച് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോ ഇന്ത്യയിലേക്ക് എത്തിച്ചു. പിന്നീട് ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണമെന്നും വിചാരണയ്ക്ക് വിട്ടുകൊടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ ഇന്ത്യയോട് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടുവെങ്കിലും ആ ആവശ്യത്തെ നിഷ്കരുണം തള്ളിക്കളയുകയാണ് ഇന്ത്യയുടെ ഭരണകൂടം ചെയ്തത്. അതിന് പിന്നാലെ വലിയ തോതിലുള്ള വിരട്ടലുകളും മുന്നറിയിപ്പുമൊക്കെ ഭീഷണിയുമൊക്കെ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് നടത്തി. ഇതിനിടയിൽ വലിയ കലാപമാണ് ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ടത്. ആ കലാപത്തിൽ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ടത് അവിടെയുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ഹിന്ദുക്കളും ബുദ്ധമതക്കാരും. ഹിന്ദുക്കളെയും ബുദ്ധമതക്കാരെയും ക്രിസ്ത്യാനികളെയും തെരുവിലിട്ട് കൊലപ്പെടുത്തി. ഹിന്ദു സ്ത്രീകളെ പ്രായഭേദമെന്നെ ബലാത്സംഗം ചെയ്തു കൊന്നു. ഹിന്ദു ഭവനങ്ങൾക്ക് തീയിട്ടു. ഹിന്ദുക്കളുടെ വീടുകൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണം നടത്തി. എന്തിനേറെ പറയുന്നു, ബുദ്ധ സന്യാസിമാരെ, ഇസ്കോണിൻ്റെ സന്യാസിമാരെയൊക്കെ അനാവശ്യമായി പീഡിപ്പിച്ചു, അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അങ്ങനെ വംശഹത്യയും അതുപോലെ ന്യൂനപക്ഷ വേട്ടയുമാണ് ബംഗ്ലാദേശിൽ മാസങ്ങളോളം അരങ്ങേറിയത്. ഒടുവിൽ ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടി വന്നു. ഇന്ത്യ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തി. ഇന്ത്യയുടെ ഇടപെടലിൻ്റെ ഭാഗമായി അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ളവർ ബംഗ്ലാദേശിന് താക്കീത് നൽകി. ഇനിയും ന്യൂനപക്ഷ പീഡനം തുടർന്നാൽ ലോകരാജ്യങ്ങൾ ഇടപെടും, ഐക്യരാഷ്ട്രസഭ ഇടപെടും, അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം ഇടപെടുമെന്ന് ട്രംപ് യൂനിസിനെ അറിയിച്ചു. അതിന് പിന്നാലെയാണ് താൽക്കാലികമായെങ്കിലും ന്യൂനപക്ഷ വേട്ട ബംഗ്ലാദേശിൽ അവസാനിച്ചത്. അവിടം കൊണ്ടും തീർന്നില്ല. ഇന്ത്യക്കെതിരെ വീണ്ടും വലിയ വെല്ലുവിളികൾ, ഇന്ത്യയിൽ ജിഹാദ് നടത്താൻ, ഇന്ത്യയിൽ കലാപം നടത്താൻ, ഇന്ത്യയിലെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട മോദി സർക്കാരിനെ അട്ടിമറിക്കാനൊക്കെയുള്ള വമ്പൻ ആഹ്വാനങ്ങൾ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇതൊക്കെ കേട്ട് ഇന്ത്യ വെറുതെ കേട്ടിരിക്കുക മാത്രമാണ് ചെയ്തത്. ഒടുവിൽ ഇന്ത്യയെ അട്ടിമറിക്കാൻ ശ്രമിച്ച ബംഗ്ലാദേശിനുള്ളിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ബംഗ്ലാദേശ് സൈന്യം ബംഗ്ലാദേശിൻ്റെ ഭരണകൂടത്തിന് എതിരായി. ബംഗ്ലാദേശ് സൈന്യത്തിലെ വലിയൊരു വിഭാഗം ഇന്ത്യക്ക് അനുകൂലമായി മാറി. ഈ ഘട്ടത്തിൽ മുഹമ്മദ് യൂനിസ് സർക്കാരിലെ പ്രധാന കക്ഷിയായ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവർ പുതിയൊരു ആരോപണവുമായി രംഗത്ത് വന്നു. ബംഗ്ലാദേശിൻ്റെ സൈന്യത്തെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയുടെ നിരവധി ഉദ്യോഗസ്ഥന്മാർ ബംഗ്ലാദേശ് സൈന്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും യൂനിസ് സർക്കാരിനെ അട്ടിമറിക്കാൻ ആ സൈന്യം ശ്രമിക്കും. അതിനു പിന്നിൽ ഇന്ത്യയാണ് എന്നുള്ള
പുത്തൻ ആരോപണമാണ് ബംഗ്ലാദേശിന്റെ ഭരണകൂടത്തിലെ വിശ്വസ്തർ നടത്തിയത്. എന്നാൽ ഇന്ത്യ ഇതേക്കുറിച്ച് പോലും ഒന്നും പ്രതികരിച്ചില്ല. മ്യാൻമാർ അതിർത്തിയിലെ പ്രധാനപ്പെട്ട ഒരു സായുധ സംഘമായ അരാക്കൻ ആർമി ബംഗ്ലാദേശിന് നേരെ വലിയ ആക്രമണം നടത്തി. രഖൈൻ ഡിസ്ട്രിക്റ്റ് ആസ്ഥാനമായി പുതിയൊരു രാജ്യം സ്വന്തമാക്കാനുള്ള അല്ലെങ്കിൽ പുതിയൊരു രാജ്യം പ്രഖ്യാപിക്കാനുള്ള നീക്കം നടത്തുകയാണ് അരാക്കൻ ആർമി. ആ അരാക്കൻ ആർമി ബംഗ്ലാദേശിന്റെ അതിർത്തി കടന്ന് ബംഗ്ലാദേശിനുള്ളിലേക്ക് കടന്നു, വൻതോതിൽ ആക്രമണം നടത്തി. അരാക്കൻ ആർമിയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ബംഗ്ലാദേശ് സൈന്യം പിന്തിരിഞ്ഞോടി. ബംഗ്ലാദേശ് സൈന്യത്തെക്കാൾ വലിയ സായുധ സന്നാഹവുമായിട്ടാണ് അരാക്കൻ ആർമി എത്തിയത്. ഈ അരാക്കൻ ആർമിക്ക് പിന്നിലും ഇന്ത്യയാണെന്നും ഇന്ത്യ കൊടുത്തുവിട്ട ആയുധങ്ങളും സാമ്പത്തികവും കൊണ്ടാണ് അരാക്കൻ ആർമി ഇത്രത്തോളം സായുധ സജ്ജമായതെന്നുമാണ് അന്ന് ബംഗ്ലാദേശ് ആരോപിച്ചത്. ഇന്ത്യ പറഞ്ഞതിന്റെ പ്രകാരമാണ് അരാക്കൻ ആർമി ബംഗ്ലാദേശിനെ ആക്രമിച്ചതെന്നും മുഹമ്മദ് യൂനിസ് അന്ന് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഇതാ അതിനെല്ലാം പുറമെ ചൈനയിലേക്കെത്തി ചൈനയുമായി ചങ്ങാത്തം കൂടി ഇന്ത്യയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് മുഹമ്മദ് യൂനിസ്. ആ 7 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ഒരു സമുദ്ര അതിർത്തിയില്ല. അവർക്ക് ആകെയുള്ളത് ബംഗ്ലാദേശ് അതിർത്തി മാത്രമാണ്. ആ മേഖലയിലെ മുഴുവൻ സമുദ്ര അതിർത്തിയും നിയന്ത്രിക്കുന്നത് ബംഗ്ലാദേശ് ആണെന്നാണ് ബംഗ്ലാദേശ് വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും വലിയ തമാശയാണ്. കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വലിയൊരു പ്രദേശം മുഴുവൻ ഇന്ത്യയുടെ നാവികസേനയുടെ കരുത്തിലാണ്. ആ കരുത്ത് അങ്ങ് ബംഗാൾ ഉൾക്കടൽ കടന്ന് നിരവധി രാജ്യങ്ങളുടെ അതിർത്തികളിലേക്ക് പോകുന്നു. നമുക്കറിയാം, ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ഘട്ടത്തിലൊക്കെ തന്നെ ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രവും വഴിയുള്ള നിരവധി കപ്പലുകളെ ഹൂതികളും മറ്റ് ഭീകരന്മാരും ആക്രമണം നടത്താൻ ശ്രമിച്ചിരുന്നു. നിരവധി ചരക്ക് കപ്പലുകളെ തട്ടിക്കൊണ്ടുപോകലിന് വിധേയമാക്കിയിരുന്നു. അപ്പോഴൊക്കെ തന്നെ അതിനെ എതിർത്തതും ശക്തമായ രീതിയിൽ തിരിച്ചടിച്ചതും ഇന്ത്യയുടെ നാവികസേനയാണ്. ഇന്ത്യയുടെ നാവികസേനയാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. ഇന്ത്യയുടെ നാവികസേനയ്ക്ക് മുന്നിൽ മറ്റു ലോകരാജ്യങ്ങളുടെ പടക്കപ്പലുകളോ പടയാളികളോ അല്ലെങ്കിൽ നാവികപ്പടയോ ഒന്നുമല്ല എന്നുള്ളത് നമുക്കറിയാം. ആ ഇന്ത്യയാണ് സമുദ്ര അതിർത്തി വഴി വെല്ലുവിളിച്ചിരിക്കുന്നത് ഇപ്പോൾ ബംഗ്ലാദേശ്. എന്തായാലും മുഹമ്മദ് യൂനിസിന്റെ ജാതകം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുഹമ്മദ് യൂനിസിന്റെ അന്ത്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മുഹമ്മദ് യൂനിസ് ഭരണകൂടത്തിന് അധിക കാലമായിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ചൈനയെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ വെല്ലുവിളിച്ച യൂനിസ് ചെയ്തത് കൊടും പാതകമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ 7 നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ ലാൻഡ് ലോക്ക്ഡ് ആണെന്നും ആ മേഖലയിൽ നിന്ന് കടലിലേക്ക് ഒരു തരത്തിലുള്ള പാതയുമില്ലെന്നും ആ മേഖലയിലെ കടൽ തീരം ഒന്നാകെ നിയന്ത്രിക്കുന്നത് ബംഗ്ലാദേശാണെന്നുമാണ് ഇപ്പോൾ മുഹമ്മദ് യൂനിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ മേഖലയിൽ ചൈനീസ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയാണ് ബംഗ്ലാദേശ്. വൻതോതിലുള്ള നിക്ഷേപത്തിന് ചൈനയെ സ്വാഗതം ചെയ്യുന്നു. ചൈനയുമായി ചേർന്നുകൊണ്ട് ഇന്ത്യയെ വെല്ലുവിളിക്കുകയാണ് മുഹമ്മദ് യൂനിസ് എന്ന കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയം. ഒരു തരത്തിൽ പറഞ്ഞാൽ ബംഗ്ലാദേശിനുള്ളിൽ ആഭ്യന്തര കലാപം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. അരാക്കൻ ആർമി മ്യാൻമാറിന്റെ അതിർത്തി പ്രദേശത്ത് നിന്ന് ബംഗ്ലാദേശിനുള്ളിലേക്ക് കടന്നു കയറിയിരിക്കുന്നു. ബംഗ്ലാദേശിന്റെ വലിയൊരു ഭൂപ്രദേശം പിടിച്ചെടുക്കാനുള്ള വമ്പൻ നീക്കത്തിലാണ് അരാക്കൻ ആർമി. മ്യാൻമാറിന്റെ അതിർത്തി ജില്ലയായ രഖൈൻ ഡിസ്ട്രിക്റ്റിനെ ആസ്ഥാനമാക്കിക്കൊണ്ട് പുതിയൊരു അരാക്കൻ രാജ്യത്തെ പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലായിരുന്നു അരാക്കൻ ആർമി. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ചൈനയുമായി ചേർന്നുകൊണ്ട് ചൈനയിൽ നിന്ന് വൻതോതിലുള്ള നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചൈനീസ് പ്രസിഡന്റുമായുള്ള ചർച്ചകൾക്ക് പിന്നാലെ ഇന്ത്യയെ വെല്ലുവിളിച്ചിരിക്കുന്നത് മുഹമ്മദ് യൂനിസ്. ഇന്ത്യയുടെ 7 അതിർത്തി സംസ്ഥാനങ്ങൾ, ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ സുരക്ഷിതമല്ല എന്ന് മുഹമ്മദ് യൂനിസ് വ്യക്തമാക്കിയിരിക്കുന്നു. ആ മേഖല ഒന്നാകെ ലോക്കായിരിക്കുന്നു. ആ മേഖല ഒന്നാകെ പൂട്ടപ്പെട്ടിരിക്കുകയാണ്. ആ മേഖലയിലെ ജനങ്ങൾക്ക് സമുദ്ര തീരത്തേക്ക് വരണമെങ്കിൽ ബംഗ്ലാദേശിന്റെ അനുവാദം വേണം.